ഇന്ന് നമുക്കൊരു പപ്പടം കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഇതേ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടായിട്ട് കേട്ടോ. നമുക്കതിലേക്ക് പപ്പടം വന്നിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ പപ്പടം എല്ലാം വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഈ പപ്പടം വറുത്ത ആ വെളിച്ചെണ്ണയിലേക്ക് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കറി ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് അരിഞ്ഞ് വെച്ച സവാള, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരു സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മുരിഞ്ഞ് വരാനുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കാരണം പപ്പടത്തിന് ഉപ്പാണല്ലോ, എന്നാലും ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇടേണ്ടതാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു അര വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഇടണം കേട്ടോ. ഇവിടെ മുളക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല എരിവ്, അതുകൊണ്ട് കുറച്ച് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടോ. എനിക്ക് പിന്നെ എരിവ് വേണം, ഒക്കെ കുറച്ചും കൂടെ എരിവ് ഇടാം കേട്ടോ. ഇവിടെ എരിവ് അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് കുറച്ച് എരിവ് ഇടുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടു, സാധാ മുളക് പൊടി ഇട്ടു, ശകലം കാശ്മീരി മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇതിനൊക്കെ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരും. ഇതൊക്കെ നന്നായിട്ട് ചൂടായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇനിയിപ്പോൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. തിളച്ച് വരുമ്പോൾ നമുക്ക് പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറിക്കാൻ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി എല്ലാം റെഡിയാവും കേട്ടോ.
ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് തേങ്ങ വറുത്തരച്ചും ഇങ്ങനെ കറി വെക്കാം കേട്ടോ. ഞാൻ ഇന്ന് മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഒന്ന് മൂപ്പിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊന്ന് ശരിക്കും ഒന്ന് തിളപ്പിക്കാം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സ്റ്റവ് നോക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതിൻ്റെ നീര് കൊടുക്കാം. ഇപ്പം നമുക്ക് കറികളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന് ചോറുന്നാനായിട്ട്. കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.